ചേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസം കഴിയും തോറും അതിന് ക്ലാരിറ്റി വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് ഈ OICL, ഇസ്ലാമിക് കോപ്പറേഷൻ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ. ഈ OICയിൽ 66 മുസ്ലിം രാഷ്ട്രങ്ങളാണുള്ളത്. ഈ 66 മുസ്ലിം രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ ബാക്ക് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷെ സംഭവം ഇപ്പോൾ അങ്ങനെ അല്ല എന്ന തരത്തിലാണ് വാർത്തകൾ മാറി വന്നിരിക്കുന്നത്. വാർത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഇന്ന് കൊടുക്കുന്ന വാർത്തയല്ല നാളത്തെ വാർത്ത, കാരണം അതിന് ചേഞ്ച് സംഭവിക്കാം. അപ്പോൾ ഈ OIC രാജ്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രങ്ങൾ, അതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമുണ്ട്, ഇന്തോനേഷ്യ, ഈജിപ്ത്, ബഹ്റൈൻ. ഈ 3 രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ഭീകരവാദ രാഷ്ട്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ മൂവ്മെന്റ് ആണ്. അതായത് ഇന്ത്യയുടെ ഹ്യൂജ് ഡിപ്ലോമാറ്റിക് വിക്ടറി ആയിട്ടാണ് ഇതിനെ നിലവിൽ കണക്കാക്കപ്പെടുന്നത് എന്ന റിപ്പോർട്ട് വരികയാണ്. അപ്പോൾ ഈ ഇന്തോനേഷ്യയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്തോനേഷ്യ ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ്. കശ്മീരിനെ കാലാകാലങ്ങളായിട്ട് കശ്മീരിലെ ഇന്ത്യയുടെ നയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുസ്ലിം രാഷ്ട്രം കൂടെയാണ് ഇന്തോനേഷ്യ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വരുന്ന പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ വാദഗതികളൊക്കെ പൊളിഞ്ഞടുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാകിസ്ഥാനിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടിയിൽ ഏകദേശം പാകിസ്ഥാനിൽ 22 ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 22 ബില്യൺ ഡോളർ വലിയ രീതിയിലുള്ള പാകിസ്ഥാന്റെ ആയുധങ്ങൾ, അതായത് പാകിസ്ഥാന്റെ എയർക്രാഫ്റ്റ് അടിച്ചതിൽ നിന്ന് മാത്രം, എയർക്രാഫ്റ്റും മിസൈലുകളും എല്ലാം തകർത്ത് കളഞ്ഞതിൽ നിന്ന് മാത്രം പാകിസ്ഥാന് 1.12 കോടിയുടെ ബില്യൺ ഡോളർ, ക്ഷമിക്കണം, കോടിയല്ല, ബില്യൺ ഡോളറിന്റെ നഷ്ടം ഉണ്ടായി എന്ന് പറയുന്നു. ബാക്കി നമ്മൾ എയർ ബേസ് കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നു. പിന്നെ പാകിസ്ഥാൻ അകത്ത് തന്നെ വലിയൊരു അരക്ഷിതാവസ്ഥ ഇപ്പോൾ ഉണ്ടാകുന്നു. പാകിസ്ഥാനിലെ പാർലമെന്റ് നടക്കാൻ, പാകിസ്ഥാൻ പാർലമെന്റിനകത്ത് പാകിസ്ഥാനിലെ കൃത്യമായിട്ട് അവിടെയുള്ള MP-മാര് തുറന്നു കാണിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഉണ്ടായ ഡാമേജുകളും അവിടെയുള്ള സർക്കാർ പുറത്തുവിടുന്ന ഫേക്ക് പ്രൊപ്പഗാൻഡകളും ഫേക്ക് നെറേറ്റീവ്സും ഒക്കെ അവർ തുറന്നു കാട്ടുന്നുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് പാകിസ്ഥാനിലെ ജനങ്ങൾ ഈ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു അമർഷത്തിലാണ്. അവിടെയുള്ള പ്രസിഡന്റിന്റെ മകളെ വരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതായത് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള അരക്ഷിതാവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോവുകയാണെന്നല്ലേ നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ OIC രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങള് പാകിസ്ഥാൻ തള്ളിയ വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം 4 ദിവസം മുമ്പ് കൊടുത്താണ്. അപ്പൊ അത് കൊടുത്തതിന് ശേഷം അത് വലിയ വാർത്തയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് നമ്മുടെ മീഡിയാസ് നാഷണൽ ലെവലിൽ പോലും ഒരു മീഡിയ, 1-2 മീഡിയകൾ മാത്രമേ അത് ടെക്കപ്പ് ചെയ്തുള്ള ആ വാർത്ത. ബാക്കി ആരും തന്നെ ആ വാർത്ത കൊടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഈ OICയുടെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടതുകൊണ്ടാകണോ, അതോ ഇനി ഇങ്ങനെ അതിലൊരു വിള്ളൽ ഉള്ളത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ അത് വലിയ വാർത്ത തന്നെയായിരുന്നു. കാരണം ചരിത്ര സംഭവം അത്. കാരണം ഇന്ന് വരെ പാകിസ്ഥാനെ എന്നും പിന്തുണച്ചിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. പക്ഷെ ഈ കൂട്ടായ്മയ്ക്ക് ഇപ്പൊ പഴയ പവറുകളൊന്നും തന്നെ ഇല്ല. കാരണം ഇവർക്കിടയിട്ടുള്ള അടികളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതങ്ങ് സ്പ്ലിറ്റ് ആയി ചത്ത കുതിര എന്ന് വേണമെങ്കിൽ പറയാം. 1968 രൂപീകരിച്ചതാണ് ഇത്. പക്ഷെ അതിനകത്ത് അധികം ദൂരം ഒന്നും ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എന്നാൽ അവരൊരു ബോഡിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഇസ്ലാമിക സംസ്കാരവും ഉന്നമനവും ഒക്കെ ലക്ഷ്യമിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ യുദ്ധത്തിലോ മറ്റൊക്കെ ഇടപെടാൻ കഴിയില്ല. പക്ഷെ ചില പ്രസ്താവനകളൊക്കെ നടത്തുവാനും മറ്റു രാജ്യങ്ങളെ ഫോഴ്സ് ചെലുത്തുവാനും കഴിയും. മുസ്ലിം രാജ്യങ്ങളെ ഫോഴ്സ് ചെലുത്തുവാനും ഒക്കെ ഇവർക്ക് കഴിയും. പക്ഷെ ഇവിടെ കണ്ടൊരു കാര്യം, ഇപ്പൊ ഞാൻ മുമ്പ് നമ്മൾ ഈ ചർച്ചകളൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഈ ഓരോ രാജ്യം സ്വന്തം കാര്യം നോക്കി മുൻപോട്ട് പോകുന്ന ഒരു രീതിയാണ്. അതിപ്പം ഇസ്ലാമിക രാജ്യമായാലും യൂറോപ്യൻ കൺട്രീസ് ആയാലും ഏഷ്യ ആയാലും ആഫ്രിക്കൻ ഇതിന്റെ ആയാലും ഒക്കെ സ്വന്തം കാര്യം നേട്ടത്തിന്, അതായത് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ രാജ്യത്തിന് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ലോകമാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ, ഇസ്ലാമിക ഓർഗനൈസേഷൻ പൊളിയുന്നത് അവിടെയാണ്. കാരണം അവർക്ക് ഒന്നും ഗ്രിപ്പില്ല. കാരണം അവർ പറയുന്നിടത്തൊന്നും പലപ്പോഴും പല കാര്യങ്ങളും കേട്ടിട്ടില്ല. ഇതിനകത്ത് തന്നെ കുറുമുന്നണിയുണ്ട്. അപ്പൊ ഇതുകൂടാതെ തന്നെയാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾ. കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളുണ്ട്. ഒന്ന് അതിൽ ഈജിപ്റ്റാണ്, ഒന്ന് ഇന്തോനേഷ്യയാണ്, മറ്റൊരു രാജ്യം മസ്കറ്റാണ്. ആ ഒരു മസ്കറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു രാജ്യം ഒമാന് ഈ പാകിസ്ഥാൻ ആ യോഗത്തിൽ മുമ്പോട്ട് വെച്ചത് ഈ കാശ്മീരിനെ കുറിച്ച് വളരെ ഇതായിട്ട് സംസാരിച്ചപ്പോൾ ഒമാൻ പ്രതിനിധി പറഞ്ഞത് കാശ്മീരിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് ഒമാൻ പ്രതിനിധി പറഞ്ഞു. അങ്ങനെ ടോട്ടൽ 4 രാജ്യങ്ങളാണ് എതിർത്തതെന്ന് പറയേണ്ടി വരും. പക്ഷെ 3 രാജ്യങ്ങൾ പ്രത്യക്ഷത്തിലും ഈ കാശ്മീരിന്റെ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ
ഒമാൻ പ്രതിനിധി പറഞ്ഞു അത് വേണ്ട, അത് വേറൊരാളുടെ ആഭ്യന്തര കാര്യമാണ്, അത് ഉയർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ പിന്തുണ നേടുക എന്നൊരു പരിപാടി വേണ്ട എന്ന് ഒമാൻ പറയുകയും ചെയ്തു. ഇത് ശ്രദ്ധേയമായ കാര്യം ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ലേറ്റസ്റ്റ് അവരുമായിട്ടുള്ള റിലേഷനെ ചൊല്ലി വരുന്ന വാർത്ത, ബ്രഹ്മോസ് മിസൈല് നമ്മളുമായിട്ട് അവർ കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെ ബ്രഹ്മോസ് അവരാണ് വാങ്ങുന്നത്. അപ്പൊ അത്ര അടുത്ത ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. ഈജിപ്തുമായിട്ടും ഇപ്പൊ നമുക്ക് നല്ല റിലേഷനാണ്. ഈജിപ്തിന്റെ വിവര സാങ്കേതിക വിദ്യയും ഒപ്പം തന്നെ അവരുടെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നമ്മളുമായിട്ട് ഒരു ടൈപ്പിന് വേണ്ടിയിട്ടുള്ള കരാറുകൾ അന്തിമ രൂപത്തിൽ നിൽക്കുകയാണ്. അതായത് നമുക്ക് നിലവിൽ അവരുമായിട്ട് കരാറുണ്ടെങ്കിലും അത് വലിയൊരു കരാറൊന്നുമല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു കരാറിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഈജിപ്തിന് ഇപ്പൊ പാകിസ്ഥാനെ പിന്തുണച്ചൊരു പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ഇന്ത്യയുമായിട്ട് അവർ സാങ്കേതിക വിദ്യയിലെയും അതുപോലെ തന്നെ ഈ ഡാറ്റ അതാണ് സാങ്കേതിക വിദ്യ. ആ സാങ്കേതിക വിദ്യയിലും മറ്റ് മേഖലയിലുമൊക്കെ വലിയ നിക്ഷേപങ്ങൾ ഇന്ത്യ നടത്താൻ ആഗ്രഹിക്കുന്നു ഈജിപ്തിൽ. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് സ്വാഭാവികമായി തന്നെ പാകിസ്ഥാനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് മസ്കറ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അവരും ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഖത്തർ പോലുള്ള രാജ്യങ്ങൾ നിശബ്ദത പാലിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇവിടെ. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇനി ഒരു പിന്തുണ കിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, തുർക്കി ആയിരുന്നു പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച ഒരു രാജ്യം. ഈ തുർക്കി പിന്തുണച്ചിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന വാർത്ത, എർദോഗൻ, അതായത് തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ മകളുടെ കമ്പനി, അതായത് ഇന്ത്യയിൽ അവരുടെ മകൾക്ക് കമ്പനി ഉണ്ടായിരുന്നല്ലോ ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട്, കാർഗോ ക്ലിയറൻസുമായി ബന്ധപ്പെട്ടിട്ട്, ആ കമ്പനിയിലെ പണി നിർത്തി കഴിഞ്ഞപ്പോൾ, ഇന്ത്യ ആ പണി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും 2000 കോടി രൂപ ഇതുവരെ അവർക്ക് നഷ്ടം വന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതായത് എർദോഗന്റെ മകൾക്ക് നഷ്ടം വന്നതാണ്. ഇത് കൂടാതെ മറ്റു നഷ്ടങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ടൂറിസം മേഖലയിലുണ്ടായ വലിയ തിരിച്ചടി, ഇതുമൂലം നേട്ടമുണ്ടാക്കിയ ചില രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് ഈജിപ്റ്റാണ്. അതായത് ഈ തുർക്കിയിലേക്ക് പോകാനിരുന്ന വലിയ തോതിലുള്ള ആളുകളും ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ഒക്കെ ആൾക്കാരുമല്ല ഇപ്പൊ ഈജിപ്തിലോട്ടാണ് കൂടുതൽ പോകാൻ താല്പര്യപ്പെടുന്നത്. ഈജിപ്റ്റ് ഒരു പുരാതനമായ നഗര സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഈ പിരമിഡുകളുടെ ഒക്കെ ഒരു കേന്ദ്രമൊക്കെ കൂടെയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഒരുപാട് പേര് പോകുന്നു. അങ്ങനെ ഇന്തോനേഷ്യയിലേക്ക് പോകുന്നവർ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഒരിടത്ത് തുർക്കി തകരുമ്പോൾ അതിന്റെ പൈസയായി പോകുന്നത്, ഇല്ലെങ്കിൽ മറ്റൊരിടത്ത് പോകുന്നത്, അത് മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് തന്നെയാണ് അത് പോകുന്നത്. ഇപ്പൊ ഈജിപ്ത് വലിയ പാക്കേജ് ഒക്കെ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം ഹോട്ടൽസിനും ഒക്കെ വലിയ ഡിസ്കൗണ്ട് ഒക്കെ അവർ തുടങ്ങി. കാരണം അവർക്കറിയാം ഒരു കൊയ്ത്താണ്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ധനുഷ് അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേരളത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയി നിന്നാൽ മതി. കോവളത്തോ ഇല്ലെങ്കിൽ മൂന്നാറോ പോയി നിന്നാൽ മതി. അവിടെ വരുന്നത് 100 95% നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത്. നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റുകൾ. പഴയതുപോലെ യൂറോപ്യൻസ് ഒന്നും ഇവിടെ അധികം വരുന്നൊന്നുമില്ല, വളരെ കുറവാണ് അവർ വരുന്നത്. അവരിപ്പോൾ മറ്റു ഇടങ്ങൾ തപ്പിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കൂടുതൽ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, കാശി, ബദരീനാഥ്, ആ ഒരു റൂട്ട് പിടിച്ചിട്ടാണ് അവർ പോകുന്നത്. ഈ ഹിമാചൽ പ്രദേശ് ആ റൂട്ട് പിടിച്ചിട്ട് അവർ പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ബഹുഭൂരിപക്ഷം നോർത്ത് ഇന്ത്യൻസ് ആണ്. അതായത് നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൊടിക്കാനുള്ള പൈസയുണ്ട്, ടൂർ പോകാനൊക്കെ ഉള്ള പൈസയുണ്ട്. അപ്പം അവരത് വെച്ച് ഇവിടെ വരുന്നു. അതുപോലെ തന്നെ അവർ വിദേശ രാജ്യങ്ങളിൽ പോകും. അവർ എപ്പോഴും ഇന്ത്യ കണക്കുള്ള രാജ്യത്തെ ഒരു ടൂറിസ്റ്റ്, ഇന്ത്യയല്ല എല്ലായിടത്തെയും ടൂറിസ്റ്റുകൾ ആദ്യം ഒന്ന് അവധിക്കാലം ചെലവഴിക്കാൻ പോകുമ്പോൾ ആദ്യം നോക്കുന്നത് ചെലവ് കുറഞ്ഞ ഒരു ഇടം എവിടെയെന്നാണ് നോക്കുന്നത്. പിന്നെ അവർ രണ്ടാമത് നോക്കുന്ന ഒരു കാര്യം സെക്യൂരിറ്റിയാണ് നോക്കുന്നത്, സുരക്ഷിതമാണോ തങ്ങൾ എന്നാണ് അവർ നോക്കുന്നത്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ബാക്കിയുള്ളിടത്തുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് അവർ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത് നിൽക്കുന്നു. പാകിസ്ഥാനിൽ ഇപ്പോൾ പുതിയ സംഭവം നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്, നമ്മളൊരു പ്രവചനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ ജനം തെരുവിലിറങ്ങും, അവരിവരെയൊക്കെ കൈവെക്കുന്ന ഒരു കാലം വരുമെന്ന്. ഇപ്പോഴത് സംഭവിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രസിഡന്റ് സർദാരി, നമ്മുടെ ബേനസീർ ഭൂട്ടോയുടെ ഹസ്ബൻഡ് സർദാരിയാണ് അവിടുത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ മകൾ ആസിഫ ഭൂട്ടോ MP ആണ് അവിടുത്തെ പാകിസ്ഥാനിലെ. അവർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹം അതിന് നാട്ടുകാർ തടഞ്ഞു, വാഹനത്തെ ആക്രമിച്ചു. അവർക്ക് പരിക്കൊന്നും ഇട്ടില്ല, അവർ വണ്ടിക്കകത്തായിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലാണ്. അപ്പൊ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറാച്ചിയിലായിരുന്നു അത്. അവിടെ ഒരു കനാൽ വിഷയമുണ്ട്. അവിടെ ഈ കനാലുകളെ ചൊല്ലി കുറെ നാളായിട്ട് സംഘർഷം നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ആക്രമണമൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ അവിടെ സംഘർഷം നടക്കും. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ MP അതുവഴി വന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ വിഷയങ്ങളുണ്ട്. ഈ സംഘർഷം ഇപ്പൊ എവിടെയാണ് നടക്കുന്നത്? കറാച്ചി എന്നാണ്. കറാച്ചി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്താണ് പറയുക, ഒരു നട്ടലായ സ്ഥലമാണ് ഈ കറാച്ചി, ലാഹോർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ കൂടെ ഒക്കെ സംഘർഷം വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ എന്താണ് തകരുകയാണ്. അവർ ഇസ്ലാമാബാദ് എന്ന് പറയുന്ന അവിടെ ഒരു പേരിനുള്ള ഒരു തലസ്ഥാനം മാത്രമാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ തലസ്ഥാനം ദില്ലിയാണ്. പക്ഷെ നമ്മുടെ സാമ്പത്തിക തലസ്ഥാനം ഏതെന്ന് വെച്ചാൽ അത് മഹാരാഷ്ട്രയാണ്, മുംബൈയാണ്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവർക്ക് ഈ ലാഹോറും കറാച്ചിയും ഒക്കെ തന്നെ. അപ്പൊ അവിടങ്ങളിൽ കൂടി ഇത് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ബിസിനസ്സിനെയും സാമ്പത്തിക നിലയും വലിയ തോതിൽ അത് ബാധിക്കുക തന്നെ ചെയ്യും. ഈ അവസരത്തിലാണ് ഇന്ത്യയിൽ നിന്ന് സംതോഷകരമായ വാർത്ത വരുന്നത്. $4 ട്രില്യൺ GDP-യുമായിട്ട് നമ്മളിപ്പോൾ 4ാം സ്ഥാനത്തേക്ക്, ലോകത്തെ
നാലാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ ജപ്പാൻ നമ്മൾ ഒരു പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളെങ്കിൽ പോലും നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ടാർഗറ്റ് ചെയ്ത് 2030 ആകുമ്പോഴേക്കും നമ്മൾ 3-ാം സ്ഥാനത്തെത്തും. ലോകത്തെ 3-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. 5 ട്രില്യൺ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. 5 ട്രില്യൺ. ഇപ്പൊ തന്നെ നമുക്ക് 4187 ട്രില്യൺ ആയി. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ നീതി ആയോഗിന്റെ ഒക്കെ സിഇഒ പറയുന്നത് നമ്മൾ ഇതിനെ ഒരു 2028-ലോ 2029-ലോ നമ്മൾ 3-ാം സ്ഥാനത്ത് എത്തും. കാരണം ഇനിയിപ്പോ നമ്മുടെ മുമ്പിലുള്ളത് ജർമ്മനിയാണ്, പിന്നെ മറ്റുള്ളത് ചൈനയും അമേരിക്കയാണ്. അതൊന്നും നമുക്കിപ്പോൾ ഉടനെ സമീപകാലത്തൊന്നും അതിനെ കവർ ചെയ്യുക പ്രയാസകരമാണ്. കാരണം 19 ട്രില്യൺ ഡോളറുമായിട്ട് ചൈന നിൽക്കുന്നു, ഏതാണ്ട് 33 ട്രില്യൺ ഡോളറുമായിട്ട് അമേരിക്ക നിൽക്കുന്നു. ഇതിനൊക്കെ മറികടക്കുക ഈ ഉടനെ ഒന്നും സാധ്യമാകുന്ന കാര്യമില്ല. ഈവൻ ചൈനയെ പോലും നമ്മൾ മറികടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 10-20 വർഷമെങ്കിലും വേണ്ടി വരും. 10-20 അല്ല 25 വർഷമെങ്കിലും. അതായിരിക്കും നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത് 2047 അപ്പോഴേക്കും ചിലപ്പോൾ സാധ്യമാകുമായിരിക്കും. കാരണം ഇത് വളരെ സ്പീഡിലാണ്. നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ വളരെ സ്പീഡിൽ നമ്മൾ 4-ാമതെത്തി. 2024 നമ്മൾ 5-ാം സ്ഥാനത്ത് കിടന്നിടത്തുനിന്ന് നിന്ന് 2025 ഫസ്റ്റ് പാദം എത്തുമ്പോഴേക്കും, അതായത് ആദ്യത്തെ ക്വാർട്ടർ എത്തുമ്പോഴേക്കും നമ്മൾ അതിന് മറികടന്ന് എത്തി 4-ാം സ്ഥാനത്തേക്ക്. അതൊരു വലിയ മുന്നേറ്റമാണ്. ഒന്നാമത്തെ ഇപ്പൊ ഒരു കെട്ട കാലം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ പാകിസ്ഥാനും നമ്മളുടെ സംഘർഷം ഒരു വലിയ അടിയുടെ വക്കോളം എത്തി. അടി നടന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പം നമ്മൾ കുതിച്ചു വരുന്നു, ലോകത്തെ 4-ാമത്തെ ശക്തിയാകുന്നു. പക്ഷെ പാകിസ്ഥാനായിട്ട് ദിനംപ്രതി ക്ഷയിച്ച് ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. അവിടുത്തെ ജനം തെരുവിലിറങ്ങുന്നു. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടുത്തെ ഒരു പ്രസിഡന്റിന്റെ ഈ മകളുടെ ഒക്കെ വാഹനത്തിന് നേരെ ഒരു ആക്രമണം നടക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇമ്രാൻഖാന്റെ വീടിന് നേരെയൊക്കെ കല്ലേറും ചീമുട്ടയേറും ഒക്കെ ഉണ്ടായിരുന്നു മുമ്പ്. അപ്പം അത് ആ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് ഉള്ള പ്രതിഷേധം. പ്രസിഡന്റിന്റെ കൊട്ടാരം എന്ന് പറയുമ്പോഴത്തേനും അതൊരു ഔദ്യോഗികമായ ഒരു അദ്ദേഹം ഒന്നും അതിനകത്ത് ഇല്ലായിരുന്നു. അന്ന് അദ്ദേഹം ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി അദ്ദേഹം ഇല്ലായിരുന്ന ഒരു സമയത്ത് ഈ പ്രതിഷേധമൊക്കെ നമ്മുടെ ഇപ്പൊ സെക്രട്ടേറിയറ്റിലൊക്കെ ആൾക്കാർ ചാടി കടക്കാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. അതെല്ലായിടത്തും ഉള്ള സംഭവം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആക്രമണമാണ് ഇപ്പൊ പാകിസ്ഥാൻ നടന്നിരിക്കുന്നത്. അതായത് അവിടുത്തെ പ്രസിഡന്റിന്റെ മോൾക്ക് തന്നെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ജനം തന്നെ തടയുന്നു. ആ ജനത്തിന്റെ കയ്യിലിരിക്കുന്നത് കമ്പും കല്ലുമൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ പോലീസുകാർ വന്നിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ് ആ സാധനം. അപ്പൊ അത്തരത്തിലേക്ക് പോകുന്നു. നമ്മുടെ അടുത്ത അയൽരാജ്യമായ ബംഗ്ലാദേശ് ഏതാണ്ട് പട്ടാള ഭരണത്തിലേക്ക് അമർന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ധാക്കയിൽ മുഴുവൻ പട്ടാള ടാങ്കുകൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2186 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സൈന്യം പറയുന്നത് ഇവരൊക്കെ ക്രിമിനൽസ് ആണ്, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് പറയുന്നത്. യൂനസ് ഇന്നലെ കളിച്ചത് വലിയൊരു കളിയായിരുന്നു. യൂനസ് ചെയ്ത പണിയെന്ന് വെച്ചാൽ ഞാൻ രാജിവെക്കാൻ പോകുന്നു ഒരു വാർത്ത അടിച്ചിറക്കി. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്തുണ ആർജിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. പട്ടാളത്തിന് മനസ്സിലായി, പട്ടാളം അനങ്ങാൻ പോയില്ല. അതിനുശേഷം ഇദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക, ഭരണം മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് പാർട്ടികൾക്കെല്ലാം സൈനിക മേധാവിയോട് സംസാരിക്കണം. അപ്പൊ സൈന്യം ഇപ്പൊ പുതിയ സ്റ്റേറ്റ്മെന്റ്, ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് കണ്ട സ്റ്റേറ്റ്മെന്റ് അവരുടെ വാർത്തയാണ്. അത് ആ സ്റ്റേറ്റ്മെന്റ് സൈന്യം പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളോട് സംസാരിക്കുക അല്ല ഞങ്ങളുടെ ജോലി, ഞങ്ങൾക്ക് താല്പര്യമില്ല രാഷ്ട്രീയ പാർട്ടിയോട് സംസാരിക്കുക, ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ് എന്നാണ്. അത് ശരിയാണ്, സൈന്യത്തിന്റെ സ്റ്റാൻഡ് കറക്റ്റാണ്. അപ്പൊ അവർ പറയുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് പോകും. അപ്പൊ ഏതാണ്ട് ഇപ്പൊ അവരുടെ കയ്യിലേക്ക് എത്തി. ഇനി ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റിലൂടെ മാത്രം മതിയാവും. ഒരുപക്ഷെ ഇന്നോ നാളെ കേട്ട ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കേൾക്കാം. ഇവിടെ മറ്റൊരു പ്രതിസന്ധി കൂടെ ഉണ്ട് ബംഗ്ലാദേശിൽ. യൂനസ് പോയാൽ പകരം ആരെന്നുള്ളതാണ്. കാരണം 1 ഡസൻ ആൾക്കാരാണ് അവിടെ ഈ കുപ്പായം തയ്ച്ച് അവിടെ കാത്തു നിൽക്കുന്നത്. ഇപ്പോ 8 പാർട്ടികളായിരുന്നു പിന്തുണച്ച് യൂനസ് അധികാരത്തിലേറിയെങ്കിൽ ഇപ്പോ അവർക്ക് 2 പാർട്ടികളെ പിന്തുണയേ ഉള്ളൂ. അതിനകത്ത് ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ശരിക്കും പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി മാത്രമേ ഇപ്പോൾ യൂനസിന് പിന്തുണയ്ക്കാനുള്ളൂ എന്നുള്ളതാണ്. ഒരു പക്ഷേ യൂനസ് തുർക്കിയിലേക്കോ മറ്റെങ്ങോട്ടെങ്കിലും ഒക്കെ ചാടാനുള്ള സാധ്യതകളും ഇല്ലാതില്ല. അവസാന കളികളാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളി കൈവച്ചിടത്തുകളെല്ലാം പാളിപ്പോയി. പ്രത്യേകിച്ച് ഈ അമേരിക്കയ്ക്ക് അരക്കൻ ഇടനാഴി കൊടുത്തുകൊണ്ട് അരക്കൻ ആർമിയെ നശിപ്പിക്കാൻ വെച്ചുള്ള തീരുമാനമായിരുന്നു. പക്ഷെ അതിന് സൈന്യം തടയിട്ട് കഴിഞ്ഞു. കാരണം അങ്ങനെ ഒരിടത്ത് വ്യോമത്താവളം അമേരിക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ബംഗ്ലാദേശിന് ഒരുപാട് ദോഷം ചെയ്യും. അപ്പം അയാളുടെ ഒരു തലത്തിൽ അയാൾക്ക് എങ്ങനെയും കുറച്ചുകൂടി ഇരുന്നാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടായിരിക്കാം. ഏതായാലും ചുറ്റുകളെല്ലാം തകർന്നു കഴിയുമ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ ഒരു കുതിപ്പ് നടത്തുന്ന ഒരു വാർത്തയും കൂടെ എത്തുന്നു. വലിയ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണത്. ഇതിന്റെ കൂട്ടത്തില് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ ബഹ്റൈനിൽ പോയിട്ട് നമ്മുടെ ഒവൈസി ഒരു പ്രകടനം നടത്തിയിട്ടുണ്ട്. അത് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുക എന്ന് പറയുന്നത് പോലത്തെ ഒരു ടെക്നിക്കാണ്. ഒവൈസി ബഹ്റൈനിൽ പോയിട്ട് ഒവൈസിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ മസ്റ്റ് വാച്ച് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ
സംഘപരിവാറിന്റെ ഹാൻഡിലുകളെല്ലാം അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒവൈസി അതിൽ പറയുന്നത് നൗ ദർ ഈസ് എ ലിമിറ്റ് ടു ദ പേഷ്യൻസ് ഓഫ് ഇന്ത്യൻസ്. അതായത് നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ ഭാരതീയരുടെ പേഷ്യൻസിന് ഇനി ഒരു ലിമിറ്റ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വി വുഡ് റിക്വസ്റ്റ് ബഹ്റൈൻ ഗവൺമെന്റ് ടു ഹെൽപ്പ് us ഇൻ പുട്ടിംഗ് പാകിസ്ഥാൻ ബാക്ക് ഇൻ ടു ദ FATF ഗ്രേ ലിസ്റ്റ്. പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്താനായിട്ട് നിങ്ങൾ സഹായിക്കണം, അതായത് നിങ്ങൾ കൂടെ നിൽക്കണം. ടെററിസ്റ്റ് കിൽഡ് ആഫ്റ്റർ ആസ്കിംഗ് പീപ്പിൾ ദെയർ റിലീജിയൻ. അതായത് മതം പറഞ്ഞാണ് ടെററിസ്റ്റുകൾ ഇവിടെയുള്ള ആൾക്കാരെ കൊന്നൊടുക്കിയത്. ഇറ്റ് ഈസ് വെരി ക്ലിയർ ഇൻ ഖുറാൻ ദാറ്റ് കില്ലിംഗ് വൺ ഇന്നസെന്റ് ഈസ് ആസ് ഗുഡ് ആസ് കില്ലിംഗ് എൻറ്റയർ ഹ്യൂമാനിറ്റി. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഇന്നസെന്റിനെ കൊല്ലുന്നത് പോലും മുഴുവനായിട്ടുള്ള മനുഷ്യത്വത്തിന് നേരെയുള്ള അതിക്രമമാണെന്ന്. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ പാകിസ്ഥാനി ടെററിസ്റ്റ് ആൻഡ് ISIS ഇൻ സിറിയ. പാകിസ്ഥാനിലെ ടെററിസ്റ്റുകളെ ISIS-നോടാണ് ഒവൈസി ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു റിപ്പോർട്ട് ഭയങ്കരമായിട്ട് വലിയ രീതിയിലുള്ള ചർച്ചയായി മാറുകയാണ്. ഒരു ഭാഗത്ത് ശശി അല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ ചേർക്കാനുണ്ട്. ഒരു രസകരമായ കാര്യം അത്. സൗദിയിൽ നിന്ന് അവരുടെ ഒരു പുതിയ ഇത് വന്നിട്ടുണ്ട്. സൗദിയിലുള്ള ആളുകൾ ഇനി മുതൽ പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും വിവാഹം കഴിക്കരുത്. അത് ശരി. അവിടെ നിന്ന് നിങ്ങൾ വിവാഹം കഴിക്കരുത്. കാരണം അവിടെ സൗദിയിലൊക്കെ ഈ ഇവർക്ക് പൈസ കൊടുത്തിട്ടാണല്ലോ കല്യാണം കഴിക്കുമ്പോൾ ഈ വരൻ മഹർ കൊടുക്കും. അപ്പൊ ഈ മഹർ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സൗദി പൗരന്മാരുണ്ട് ഒരുപാട്. എല്ലാവരും ഷെയ്ഖ് അല്ലല്ലോ, ഷെയ്ഖ് അല്ലാത്ത ഇതുണ്ട്. അപ്പൊ അവര് ഇതുപോലെയുള്ള രാജ്യങ്ങൾ, ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യ എന്നൊക്കെ അവർ മുമ്പ് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഇവിടെ ആകുമ്പോൾ ചിലപ്പോൾ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ മഹർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ദാരിദ്ര്യം പിടിച്ചിട്ട് എന്താ പറയുക വീടുകളും ഒക്കെ ഉണ്ട്. അത് ചൂഷണം ചെയ്തവർക്ക് കല്യാണം കഴിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അവർ കൂടുതൽ സെലക്ട് ചെയ്യുന്ന സ്ഥലം ബംഗ്ലാദേശും പാകിസ്ഥാനും. ഇപ്പൊ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നു ഇനി അവിടെ നിന്ന് കെട്ടരുതെന്ന്. കാരണം ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനും കൊണ്ട് അവർ പുറത്തു കൂട്ടി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കല്യാണം കഴിച്ച സൗദി പൗരത്വം കൊടുക്കണ്ടേ? സൗദിയുടെ ഇതായി പിന്നെ ഇവര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കൂടെ കുറെ ഉണ്ടെങ്കിൽ പോരും. അതുകൊണ്ട് വേണ്ടാന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. പോരാത്തതിന് ഈ പാകിസ്ഥാനിലെ പൗരന്മാരെ എല്ലാം ഭിക്ഷക്കാരെല്ലാം സൗദി അറേബ്യ തെരഞ്ഞു പിടിച്ചെടുത്ത് പുറത്താക്കുന്ന, പാകിസ്ഥാനിലെയും ബംഗ്ലാദേശികളെയും തെരഞ്ഞു പിടിച്ചെടുത്ത് പുറത്താക്കുന്ന ഒരു രീതി കൂടെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും ശശി തരൂർ ഒരു ഭാഗത്ത് ന്യൂയോർക്കിൽ പോയി പൊളിച്ചെടുക്കുകയാണ്. ഇപ്പൊ ഒവൈസി ബഹ്റിൻ, അതായത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോയി, ഈ ബഹ്റിൻ എന്നൊക്കെ പറയുന്ന രാഷ്ട്രം, ഇപ്പൊ നമ്മൾ ടെററിസം എന്ന് പറഞ്ഞൊരു വാക്ക് പോലും ബഹ്റിൻ അവരുടെ രാജ്യത്തിനകത്ത് കേട്ടില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഇവിടെയുള്ള പല സിനിമകളും അതിനകത്ത് ചെറിയ ഒരു ഇസ്ലാമിക വിരുദ്ധത ഉണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും പ്രദർശിപ്പിക്കില്ല. ഇപ്പൊ മരണമാസം എന്ന് പറഞ്ഞൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയല്ലോ, അതിനകത്ത് ഈ LGBTQI+ കമ്മ്യൂണിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നു, അതായത് ഈ 3 ലിംഗക്കാരെ അതിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ ഇസ്ലാമിക രാജ്യത്ത് ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത്രയും വലിയൊരു രാജ്യത്തിന്റെ നെഞ്ചത്ത് ചെന്ന് നിന്നുകൊണ്ടാണ് ഈ ഇസ്ലാമിക ഭീകരവാദത്തെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അതും ഒവൈസി സംസാരിക്കുക എന്ന് പറയുന്നത് അതിലും വലിയൊരു സംഭവമാണ്. എന്തായാലും അതുകൂടെ ഈ ഘട്ടത്തിൽ ചർച്ചയാവുകയാണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.